അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്, ഈ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ വീടിനകത്തിരിക്കാൻ കഴിയില്ല. എത്ര വലിയ കച്ചവടമുള്ള കടയാണെങ്കിലും അവന്റെ കടയ്ക്കകത്തിരിക്കാൻ അവന് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉപ്പാ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യങ്ങളല്ലേ നിനക്ക് വേണ്ടത്. ഒന്ന്, പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് വരരുത്. പടച്ചവനെ ഇസ്സത്തോടു കൂടി ജീവിക്കണം. തന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇസ്സത്തോട് അഭിമാനത്തോടു കൂടി ജീവിക്കണം. രണ്ടാമത്തെ നിന്റെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം. ഇതല്ലേ നമുക്ക് വേണ്ടത്? അതിനല്ലേ കഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ നിനക്കിത് രണ്ടും ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ടെങ്കിൽ, സൂറത്തു ത്വാഹ നിങ്ങൾ എടുത്തു നോക്ക്. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ല പറഞ്ഞതാ. അല്ല പറയുന്നു, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച ഞാൻ തരാൻ മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? റേഡിയോ പോലെ ആകാതെ മനുഷ്യന്മാരെ എന്ത് ചെയ്താ മതി? എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിച്ച അല്ല തരും ഭക്ഷണം. അതുകൊണ്ടാണ് ഈ ഉസ്താദന്മാര് പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണ വന്നിട്ട് ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഉസ്താദന്മാര് പട്ടിണി കിടന്നു. ഗൾഫ് നാട് നിന്നിട്ടും ഉസ്താദന്മാരുടെ ശമ്പളം എത്ര അറിയോ? പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എത്രയെന്നറിയോ? ചെറിയ ശമ്പളം. എന്നിട്ടും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? 5 നേരം അള്ളാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിൽ ആദ്യം നിൽക്കുന്നത് ഇമാമ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരൊക്കെ ഇല്ലെങ്കിലും പോലീസുകാരൻ വരെ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ പറഞ്ഞു, പള്ളിയിൽ ഇബാദത്ത് ആള് കൂടണ്ട, പള്ളിയിൽ ഉസ്താദന്മാര് നിസ്കരിച്ചോട്ടെ. മനസ്സിലാക്ക്. ചെറിയ ശമ്പളമാണെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്ന എന്തുകൊണ്ടാ? മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, നല്ല മരണം. നീ തലകുത്തിയൊന്നും അറിയണ്ട. നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുമൊന്നും വേണ്ട. അള്ളാഹു പറയുന്നു, നിസ്കരിച്ചാൽ വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച കിട്ടുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് റിസ്ക് തരും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സർവ്വ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിശാലത നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്, അത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അതിലൂടെ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4ാമത്തെ പ്രതിഫലം നിന്റെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ കഴിയുന്ന 5ാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അള്ളാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ
പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തവക്കൽതു അലല്ലാഹ് എന്ന് അല്ലാഹുവിൽ തന്റെ സർവ്വ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ചാമത്തെ നേട്ടം, എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല, അവന് പതറില്ല, അവന്റെ മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ഒരു നേട്ടം വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന് ക്യാൻസറോ ട്യൂമറോ എന്തു സംഭവിച്ചാലും, അവന് എത്ര വലിയ പ്രയാസവും ലക്ഷങ്ങളുടെ കടം വരട്ടെ, എത്ര വലിയ നഷ്ടം വരട്ടെ, എത്ര വലിയ രോഗം വരട്ടെ, ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല, അവന്റെ മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്തു പറയും? ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ് മൂക്കിലൂടെ ബ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ടെസ്റ്റ് കഴിഞ്ഞു, 2 ടെസ്റ്റ് കഴിഞ്ഞു, 3ാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ? തഹജ്ജുദ് നിസ്കരിക്കും ഞാൻ, നോമ്പ് പിടിക്കും ഞാൻ, പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ, അല്ലാഹു കാക്കുമാറാകട്ടെ. നമുക്കിത് വന്നല്ലോ, നമ്മളിതാ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ, ഒരു ധൈര്യം. ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം, തൂങ്ങണ കാലം, ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു, ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പാടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ കള്ളൻ എന്ന് വിളിക്കാം. ഒരാൾക്ക് കള്ളൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളൻ എന്ന് വിളിക്കുന്നതും പെണ്ണിന്റെ ആരോപണം, വ്യഭിചാര ആരോപണം, ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന കാര്യമാ. ഇതൊക്കെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ സൗബ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരെയും ചേർത്തിട്ട് അവിടെ നിന്ന് വ്യഭിചാര ആരോപണം നടത്തി. ആര്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയെ കുറിച്ച്. പിന്നല്ലേ നമ്മളൊക്കെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. പലരും പറയാൻ തുടങ്ങി, മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോ പടച്ചവനെ, ഒരു നാട് മുഴുവനും, ഒരു വീട്, ഒരു കുടുംബമല്ല, ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം. എവിടെ നോക്കിയാലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ, അല്ലാതെ ഇറക്കി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞു വിടുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ ചാരത്തി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിരുന്നു, തെളിവുകൾ മുഴുവനും നിനക്കെതിര്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയുടെ മുന്നിൽ പോയി നിലവിളിച്ചപ്പോഴും ഉമ്മയും പറഞ്ഞ മറുപടി, ആരുമില്ല, 10-50 വയസ്സില്ല, ചെറിയ പ്രായം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കയറിയിട്ട് കരച്ചല. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കും, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ വാതിലിൽ നോക്കിയിരിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കാത്തിരിക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല ആത്മഹത്യ ഒന്നും ചെയ്തില്ല. ആ ചെറിയ പ്രായത്തിലും ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞ് തന്റെ വീടിനകത്ത് കഴിയുമ്പോഴും ആയിഷ ബീബി റളിയല്ലാഹു തആല അന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഇതാ.
ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ വീടിന്റെ കവാടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വരുന്നുണ്ടോ, എന്നെ വിളിക്കാൻ മുത്തുനബി കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി ഓടുകയാ. അള്ളാന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്, മുത്തുനബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യമാണ്. ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞോ? ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ഖുർആനിന്റെ ആയത്ത് ഇറങ്ങി, നീ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്, ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്തോഷം കണ്ടിട്ട് ചോദിക്കുന്നു, ആയിഷ നിനക്കെത്ര സന്തോഷമെന്ത്? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ എനിക്കുറപ്പായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ ജിബ്രീൽ വരുമെന്ന്. ഖുർആനിന്റെ ആയത്തുമായി ഏഴാകാശം കടന്ന് ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, നിനക്കെന്തുറപ്പായിഷ? എനിക്കുറപ്പായിരുന്നു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എങ്ങനെയാ ഇത്ര ദിവസം കടിച്ചു കൂട്ടിയത്? എങ്ങനെയാണ് ഈ നാട് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ നീ എങ്ങനെയാണ് കടിച്ചു കൂട്ടിയത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഇത്രയും ദിവസം ഞാൻ വീടിനകത്ത് കഴിഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു, ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു. ഏത് ദിക്റെന്നറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഒരു നാട് മുഴുവനും അവിടുന്ന് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഒറ്റപ്പെടുത്തിയപ്പോ അവിടുന്ന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കൊടുത്തത് ഈ ദിക്റായിരുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിരപരാധിയാണെന്ന് ഖുർആനിൽ ആയത്ത് കൊണ്ടുവന്നത് ഈ ഒരു ഈമാൻ കാരണമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹാബ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദിക്റ് പറഞ്ഞാൽ അവൻ അല്ലാഹു ധൈര്യം കൊടുക്കും, അവന് ക്ഷമ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് 2 ആഴ്ചകളോളം കുറേ ദിവസങ്ങളോളം ചരിത്രം പറയുന്നു ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത്രയും ദിവസം നീ പിടിച്ചു നിന്നത് എങ്ങനാ? ഒറ്റ ദിക്റ് കൊണ്ടാ നബിയെ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ലാഹ് എനിക്ക് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ അതുകൊണ്ടാ ചരിത്രം പറഞ്ഞത്, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയം, താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുന്ന സമയം ആത്മാർത്ഥമായി 3 പ്രാവശ്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിന് ധൈര്യം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ തവക്കൽതു അലല്ലാഹ്, എന്തു വന്നാലും അല്ലാഹുവിന്റെ തീരുമാനം. നാം മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യം 6 എണ്ണം, ഇസ്ലാം കാര്യം 5 എണ്ണം. മദ്രസയിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിച്ചവരാ നാം. നമുക്കെല്ലാം മനസ്സിലാക്കണം, ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം പഠിച്ചു, 5 എണ്ണത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, 1 എണ്ണത്തിൽ നമുക്ക് പലർക്കും വിശ്വാസമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക.
അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക, പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ആറാമത്തെ കാര്യം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലാണ് നമുക്ക് പതറ് തെറ്റിപ്പോയത്. അവിടെ പിഴവ് സംഭവിച്ചപ്പോൾ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ തീരുമാനമാണ്, എന്തു വന്നാലും അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹുവിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് സന്തോഷത്തോടെ നടക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഈ പ്രതിസന്ധിക്ക് എൻ്റെ സഹോദരൻ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ നന്ദികേടുകൾ അധികരിക്കുന്നത് കൊണ്ടാണ്. ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വന്ന് പടർന്ന് ജനങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത രോഗം വന്നു, നിപ. ഒന്ന് ആലോചിക്കേ, പാമ്പ് കടിച്ചവന്റെ തലയിൽ, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ആലോചിക്കുക, ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട്. എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുള്ളത് ഇന്ത്യയിൽ? ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ദീനീബോധമുള്ള ആൾക്കാർ എവിടെ ഉള്ളത്? കേരളത്തിൽ. ആലോചിക്കുക. ലോകം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്ദികേടുകൾ അധികരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാ. ഈമാനും പറയുന്ന വിശ്വാസം ഉറച്ചതാണോ ഇല്ലയോ? എടാ, നിന്റെ ഈമാൻ ഉറച്ചതാണോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടക്ക. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു എന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമുക്കെല്ലാവർക്കും ഈ രോഗത്തിന് വല്ലാത്ത പേടി. പള്ളിയിൽ പോലും കയറണില്ല. എടാ, ഒതുവെടുത്തതൊക്കെ ചെയ്ത് കയറി. എന്തൊരു പേടി എന്നറിയോ? അടുത്തടുത്ത് നിൽക്കാൻ പേടി. 6 അടി നീളത്തിൽ കബറി കിടക്കണ പോലെ നീളത്തിൽ അകന്നകന്ന് നിൽക്കുന്നു. മുസാഫഹത്തില്ല, ഒന്നുമില്ല. എല്ലാവർക്കും പേടി. ഈ പേടി അള്ളാഹുവിനോടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്ത ഭയമാ, വല്ലാത്ത പേടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്ക്, ഈ രോഗം വന്ന് മരിക്കുന്ന മനുഷ്യനെ കബറടക്കുന്ന രംഗം കണ്ടാ സങ്കടം തോന്നും. അള്ളാഹുവെ, അടുത്ത ആരും പോണില്ല. തുണിക്കകത്തൊക്കെ കെട്ടിയിറക്ക കബറില്. JCB കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നേരെ മയ്യത്ത് നിസ്കരിക്കാനോ കാണാനോ പോലും ഇല്ലാതെ കൊണ്ടുപോയി കബറടക്കുന്നു. നാലിച്ചു നോക്കി ഒളിച്ചും പാത്തും. എങ്കിൽ അവനെക്കാളും വലിയ ഭാഗ്യവാൻ ആരാ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 6 രോഗങ്ങൾ 6 രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. പ്ലേഗ് രോഗം വന്ന് മരിക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ, വിപത്തുകൾ വന്ന് മരിക്കുക, ഇതൊക്കെ ഒരു വിപത്തല്ലേ? ലോകം തന്നെ ഇത് വലിയ ഒരു വിപത്തായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഈ രോഗം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഷഹീദായി മരിക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കാറില്ല. അതേപോലെയല്ല ഇതൊക്കെ നടക്കുന്നത്. എത്ര വലിയ ഭാഗ്യവാ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രോഗം വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് ഷഹീദിന്റെ കൂലിയാ. അള്ളാഹു ആ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്കൊന്നും ഇത് വരൂല. നമുക്കൊക്കെ പേടി എന്താ? നമ്മൾ ഇത് വന്ന് മരിച്ചു പോകുന്നു. അതിന് നിങ്ങൾ വാക്സിൻ ഒന്നും എടുക്കണ്ട. നമ്മൾ ആരും ഈ രോഗം വന്ന് മരിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ഹാഫിദിന് കിട്ടത്തില്ല അബഹത്വം. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഒരു ഷഹീദിന്. അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടണമെങ്കിൽ അതിനെന്തെങ്കിലും ഭാഗ്യം വേണം. നമുക്ക് അതിനും ഭാഗ്യം ഉണ്ടാവില്ല. പേടിച്ച് നടക്കാതെ പള്ളിക്കകത്ത് ധൈര്യമായിട്ട് കയറിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിക്ക്. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തു വെക്ക്. 5-ാമത്തെ നേട്ടം നിനക്ക് അള്ളാഹു തരും. എത്ര കടം വന്നാലും, എത്ര ദുരിതം വന്നാലും, എത്ര പ്രയാസം വന്നാലും, നിന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഏത് വേദന വന്നാലും സഹോദര, പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊരു വല്ലാത്ത ധൈര്യമാ. നമ്മുടെ മുൻഗാമികൾക്ക് അത് ഉണ്ടായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞ മഹാന്മാർ എത്രയോ പേര്. കാല് നഷ്ടപ്പെട്ടു പോയപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞവർ. തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞവർ. എന്തുകൊണ്ട്? അവർക്കുറപ്പുണ്ടായിരുന്നു അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന്. നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോ ശത്രുക്കൾ മുകളിൽ വന്ന് നിൽക്കുക.
ഉരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുകളിൽ നിൽക്കുന്നു. കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഗുഹയ്ക്കകത്തടിക്കുന്നു. അപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് പേടിച്ച് വിറയ്ക്കണത്. എന്തേ അബൂബക്കറെ പേടിക്കണേ? എന്തേ അബൂബക്കറെ പേടിക്കണേ? നബിയെ, ശത്രുക്കൾ മുകളിൽ നിൽക്കുന്ന നബിയെ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഇതിനകത്തേക്ക് അടിക്കുന്ന നബിയെ, അവരെങ്ങാനും ഒന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കൂല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ എന്തിനാ പേടിക്കണേ? അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? ഈ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല, മുകളിൽ ആകാശം താഴെ ഭൂമി. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം, അന്തസ്സോടുകൂടി. ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ച് മരിക്കുമ്പോൾ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. അതിന് ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല, സമ്പത്തുണ്ടാക്കാനൊന്നുമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാൻ 100 പേരുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കണ ഏത് ഉസ്താമാരെ കുറിച്ച് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഇപ്പൊ തന്നെ നമ്മളൊക്കെ വഴുതിന് പോകുമ്പോ പറയും, നമ്മൾ ഒന്നാമത്തെ ചെറുപ്പക്കാരൻ, നമ്മളെ കയറ്റിയിരുത്തിട്ട് പറയും ലോക പ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയുന്നറിയോ? ഓന് തന്നെ അറിയാം ഈ പറയണൊക്കെ വെറുതെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും. സത്യത്തിൽ പറയിപ്പിക്കേണ്ടത്, ഒരാൾ മരിക്കുന്ന സമയം അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതാ വേണ്ടത്. മരിച്ചു കിടക്കുന്ന സമയത്ത് 40 പേര് പറയണം നീ നല്ലവനാണെന്ന്. മയ്യത്ത് നിസ്കരിക്കാൻ 100 പേരിൽ കൂടുതൽ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് സ്കരിക്കാൻ ഉണ്ടായിരിക്കണം. നിന്റെ മയ്യത്ത് വെള്ള തുണിക്കകത്ത് പൊതച്ചു കിടത്തുമ്പോ നിന്റെ മുഖത്ത് നോക്കുന്ന ഓരോ മനുഷ്യനും കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ. അതിനാ മരണം എന്ന് പറയുന്നത്. അതിനു വേണ്ടി ജീവിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്രയോ പേര് അത്തിപ്പറ്റ ഉസ്താദിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? ആ മുഖം കണ്ട ആരെങ്കിലും പറയോ മരിച്ചെന്ന്? എത്രയോ പേര് അൽഹംദുലില്ലാ. എത്ര പണ്ഡിതന്മാർ സ്ഥാനം കണ്ടവരൊക്കെ അറിയുമല്ലോ. അതൊക്കെയല്ലേ ഞാനൊരു വെറൊരു ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു വീഡിയോയിൽ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതാണ്. നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം, മരിച്ച ഇവനെ പോലെ മരിക്കുക. അങ്ങനെ അതാ, മരിച്ചാൽ ഇതുപോലെ മരിക്കുന്ന നമ്മൾ വിചാരിക്കും ഇത് ആലിമീങ്ങൾക്ക് മാത്രമല്ല, നമ്മളെ കൊണ്ടും പറ്റും. നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടും സഹോദര നല്ല മരണം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം മയ്യത്ത് കൊണ്ടുവച്ചു. വല്ലാതെ ആള് കൂടും, ഒരുപാട് പേര് മയ്യത്ത് സ്കരിക്കാൻ കൂടും. അപ്പൊ ചോദിക്കും, ഇവൻ ആരാടാ? ഇവൻ എങ്ങനെയും മരണം കിട്ടി? സാധാരണ മനുഷ്യൻ, രാഷ്ട്രീയക്കാരനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവപ്പെട്ടവൻ, കീറിപ്പറഞ്ഞ ഉടുമ്പം ധരിച്ച് നടന്നവൻ. പക്ഷെ വെള്ളിയാഴ്ച പോകുന്നത് കാണുമ്പോ, ജുമായ്ക്ക് മുമ്പ് പള്ളിപ്പറമ്പിലെ കബറിൽ ഇറക്കി വെക്കുന്നത് കാണുമ്പോ എന്തൊരു കൊതി തോന്നാറില്ലേ സഹോദര? ഒരു നല്ല മരണത്തിന് വേണ്ടി ജീവിക്ക്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം. പടച്ച റബ്ബിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്തും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തന്നു, തിരിച്ച് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, തിരുമതിയിൽ ഒരു ഹദീസ് കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാ. വല്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇബാദത്ത് ചെയ്യുന്നു. ഈ മനുഷ്യന്റെ അടുക്കലൂടെ മൂസാ നബി അലൈഹി സ്വലാം നടന്നു പോയത്. തിരിച്ചു വരുമ്പോ ഈ മനുഷ്യന്റെ എല്ലും കഷ്ണം അവിടെ കിടക്ക. അങ്ങോട്ട് പോയപ്പോ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ആ മനുഷ്യന്റെ ഇറച്ചിയും രക്തവും മാത്രം കാണുന്നു. ഏതോ വന്യമൃഗം വന്ന് വലിച്ചു പറിച്ച് തിന്നിട്ട് പോയി. മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് ചിന്തിച്ചു, അള്ളാഹുവേ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ അള്ളാഹ്, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പോഴാണ് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ. പക്ഷെ ജീവിതത്തിൽ ചെയ്ത നന്മ കൊണ്ട് പോകൂല. ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചില കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ വന്യമൃഗം വന്ന് കടിച്ചു പറിച്ച് ജീവനോടെ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കടിച്ചു വലിച്ചു മുറിച്ച് ആ വേദനകൾ മുഴുവനും ആ മനുഷ്യൻ സഹിച്ചു. അതിനു പകരം അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർക്ക് ക്യാൻസർ വരും. ക്യാൻസർ രോഗം കാരണം വേദന തിന്നെ കിടക്കും. ചിലർ കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കും. ഒരുപാട് വേദനകൾ, കൈയില്ലാതെ കാലില്ലാതെ കഷ്ടപ്പെടും. പക്ഷേ അവര് ചെയ്ത പാപങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസ്, ഒരു പനി വന്നാ മതി ഒരു രാത്രി. ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്ന വേദന സഹിച്ചാൽ രാവിലെയാകുമ്പോ അള്ളാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ പനി കാരണം ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അതിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ആയുസ് റബ്ബ് തിരിച്ചെടുക്കുന്നത് വരെ ജീവിക്കുക തന്നെ വേണം. അത് പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല. അതുകൊണ്ട് റബ്ബിലേക്ക് പരമേൽപ്പിക്ക്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്ക്. റബ്ബ് നിനക്ക് ഈമാൻ ഉറപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹു ആ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഈമാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6ാമത്തെ കാര്യം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 6ാമത്തെ കാര്യം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ഖബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ ഭയാനകമായ ദിവസം അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികൾ പടച്ചവനെ ഉടുതുണിയില്ലാതെ നഗ്നരായി ചെരുപ്പില്ലാതെ തലതാട്ടി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തില് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പേടിയിലാണ്. ഏത് ദിവസമെന്നറിയുമോ? ഏത് ഭയാനകമായ ദിവസമെന്നറിയുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ കൂടപ്പിറപ്പോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. 15 ലക്ഷത്തോളം കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ. ഈ രാത്രി 11 മണിയോടടുത്തിരിക്കുമ്പോഴും അതിന്റെ ചൂട് കാരണം നമ്മുടെ ശരീരം വിയർക്കുമല്ലോ. എങ്കിലും നാളെ ഒരു ചാണ മുകളിൽ അല്ലാഹുവിന്റെ പരലോകത്ത് സൂര്യൻ ഇങ്ങനെ നിൽക്കുകയാ. ചെമ്പിന്റെ തറയിലാണ് ഇന്ന് ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നെങ്കിൽ നാളെ പടച്ചവനെ ജനങ്ങളെ വിയർപ്പിന്റെ അകത്ത് മുങ്ങുകയാണ്. മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കടുത്തുവരെ ജനങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് കടന്നു മുങ്ങുകയാ. അവൻ അവിടെ കടന്ന് വിളിക്കുകയാണ്, യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ ഭയാനകമായ ദിവസത്തില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കടാ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? അന്നെങ്ങാനും ഒരു ഗർഭിണികളായ പെണ്ണുണ്ടെങ്കിൽ ഉമ്മ എപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്ര വലിയ വേദനയാണ് അത്, മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മമാരെ നാളെ അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല. അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. ഒരു പ്രസവിക്കുന്നത് പോലെ ആ ഭയാനകമായ ദിവസത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചാ പോലും അറിയില്ല. അത്രയും ഭയാനകമായ ദിവസമാ. അതുകൊണ്ടാണ് മഹാനായ തടവ ഉസ്താദ് പറഞ്ഞത്, ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ,
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോശ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള എന്തു ഭയാനകമായ ചൂടെന്നറിയുമോ? കാളവണ്ടി വലിച്ചിട്ട് വരുമ്പോ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളകൾ അതിന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് പോലെ നാളെ പടച്ച റബ്ബേ പരലോകത്ത് വെച്ച് മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ്. ഉമ്മടുക്കളയിൽ ചോറ് വെക്കുമല്ലോ, ഉമ്മ ഇങ്ങനെ ചോറ് വെക്കുമ്പോ തിളച്ചു മറിയുന്നത് പോലെ ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ. ഇതുപോലെ നമ്മുടെ തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട് മക്കളെ. അന്ന് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അല്ലാഹുവേ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പരലോകത്തെ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ആ വിചാരണ നടക്കുന്ന രംഗമുണ്ടല്ലോ. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാ പിടിച്ചാൽ അവൻ നശിച്ചു പോയി, അവൻ നശിച്ചു പോയി. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയില് പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹു വിളിക്കുകയാണ്. ഒരു വിഭാഗത്ത് തന്റെ അടുക്കലേക്ക് വിളിക്കുകയാ. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? അവര് നിസ്കരിച്ചവര് മാത്രമല്ല, അവര് ഖുർആൻ ഓതിയവര് മാത്രമല്ല, അവര് സദഖ കൊടുത്തവര് മാത്രമല്ല, അവര് ഇൽമു പഠിച്ചവര് മാത്രമല്ല, അവര് മഹാന്മാരെ സ്നേഹിച്ചവര് മാത്രമല്ല, അവര് നോമ്പ് പിടിച്ചവര് മാത്രമല്ല, പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. അടുത്തേക്ക് വരാൻ ആരെയാണ് വിളിക്കുന്നതെന്നറിയുമോ? തവക്കൽതു അലല്ലാഹ്. ജീവിതത്തിലെ ദുഃഖം വന്നാലും ദുരിതം വന്നാലും പ്രയാസം വന്നാലും വേദന വന്നാലും പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവര് പറയുന്നു അൽഹംദുലില്ലാഹ്. എല്ലാ കാര്യങ്ങളിലും അവർ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ. അവരുടെ നാവ് കൊണ്ട് അവർ തവക്കൽതു അലല്ലാഹ് പറഞ്ഞവരാ. റബ്ബിനെ പരമേൽപ്പിച്ചവര് അവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു വിളിക്കുകയാണ്. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. നാളെ അവര് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ്, തന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ആറാമത്തെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് ഒരുങ്ങുമ്പോ അല്ലാഹു വിവിഐപികളെ പോലെ സ്വർഗത്തിലേക്ക് അവരെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹിസാബ യസീറ, ചെറിയ ഹിസാബിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വിവിഐപികളെ പോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആ പരലോകത്ത് രക്ഷപ്പെടുന്ന ആറാമത്തെ വിഭാഗം തവക്കൽതു അലല്ലാഹ് ജീവിതത്തിൽ പറയുന്നവരാ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വെറുതെ വണ്ടിക്കകത്ത് എഴുതി വെച്ചാ പോരാ തവക്കൽതു അലല്ലാഹ്. ചില ഓട്ടോയുടെ പേര് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുന്നിൽ തവക്കൽതു അലല്ലാഹ്. അത് വെറും തവക്കൽതു അലല്ലാഹ് ആയി പോകും, ജീവിതത്തിലൊന്നും കാണൂല. വണ്ടിക്കകത്ത് തവക്കൽതു അലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ ഹാദാമിൻ ഫദ്ലി റബ്ബി, വലിയ കൊട്ടാരം പണിതിട്ട് എഴുതി വെച്ചിരിക്കുക, ഇതെന്റെ റബ്ബെനിക്ക് നൽകിയ ഫദ്ലാണ്. അതിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തേ? അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്നൊക്കെയാ പറയേണ്ടത്. വലിയ കൊട്ടാരങ്ങൾ, ഓരോ മനുഷ്യന്മാര് കൊട്ടാരങ്ങൾ പണിയുന്നു. മനസ്സിലാക്ക്. ഒരാരോ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, വീട് പണി നടക്കുന്നു എന്ന്. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് രണ്ട് കാര്യങ്ങളിൽ ആഗ്രഹം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
രണ്ട് കാര്യങ്ങളിൽ അള്ളാഹു ആഗ്രഹം കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിലും കല്ലിലും പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. വീട് വെച്ച് മുടിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടും. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കുന്നവർക്ക് കിട്ടുന്ന 6ാമത്തെ നേട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.